ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാണ്. പരിശുദ്ധ സഭ പരിശുദ്ധ ദൈവമാതാവിന്റെ ശിവനോയോ പെരുന്നാളിൽ കൂടി കടന്നു പോകുന്ന നമ്മുടെ സഭയുടെ കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ പെരുന്നാളുകൾ കൊണ്ടാടുന്നത് പരിശുദ്ധ ദൈവമാതാവിനാണ്. ശിവനോയോ എന്ന വാക്കിനർത്ഥം വാങ്ങിപ്പ് എന്നാണ്. ദൈവമാതാവിന്റെ വാങ്ങിപ്പിനെ അനുസ്മരിക്കുന്നതാണ് ഈ നോമ്പ്. നമ്മുടെ സഭയുടെ മധ്യസ്ഥ പ്രാർത്ഥനകളിലും അപേക്ഷകളിലും ധാരാളമായി പരിശുദ്ധ ദൈവമാതാവ് വർണ്ണിക്കുന്നു. ഭാഗ്യവതിയായ അമ്മ, എല്ലാ തലമുറകളും അവളെ ഭാഗ്യവതി എന്ന് വാഴ്ത്തുന്നു. ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് പരിശുദ്ധ കന്യക മറിയം. മനുഷ്യവർഗത്തിന്റെ വിമോചനത്തിനായി മനുഷ്യാവതാരം ചെയ്ത ദൈവത്തെ പ്രസവിച്ച ദൈവമാതാവിന്റെ ജീവിതം പ്രതിയുടെ നിറവാണ്. നന്മയുടെ നിറവും മഹത്വവുമാണ് മറിയത്തിന്റെ ജീവിത മഹത്വം. മറിയം എന്ന പേരിന്റെ അർത്ഥവും മഹത്വമുള്ളവളെന്നാണ്. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന മറിയത്തിന്റെ സമീപനം പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള സമ്മതമാണ്. യേശുവിന്റെ ജനന പ്രഖ്യാപനം മുതൽ ക്രൂശമരണം വരെ അത്യന്തം കൈപ്പേറിയതും അപമാനകരവുമായ അനുഭവങ്ങളിലൂടെയാണ് മറിയം കടന്നുപോയത്. സ്വന്തം മകൻ ക്രൂശിൽ മരിക്കുന്നതിന് ദൃക്സാക്ഷിയാകേണ്ടി വന്നു. എന്നിട്ടും മറിയത്തെ ഭാഗ്യവതി എന്ന് വിളിക്കുന്നു. ലഭിച്ച താലന്തുകളും വേദനകളും വിനയപൂർവ്വം വഹിക്കുവാനുള്ള സമർപ്പണമാണ് ദൈവമാതാവിനെ ഭാഗ്യവതിയാക്കി തീർക്കുന്നത്. ദൈവമാതാവിനോടുള്ള മധ്യസ്ഥയിൽ നടത്തുന്ന നോമ്പനുഷ്ഠാനങ്ങളും പ്രാർത്ഥനകളും ദൈവത്തിന്റെ കൃപാകടാക്ഷം ലഭ്യമാകുവാൻ മുഖാന്തരമാണ്. ദൈവകൃപയെയും ദൈവനടത്തിപ്പിനെയും കുറിച്ച് നിരന്തരം സ്മരണയുള്ളവർക്ക് എല്ലാറ്റിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുകയുള്ളൂ. സ്വയം താഴ്ന്നിടത്തും താഴ്മ ധരിക്കുന്നിടത്തും ദൈവം മഹത്വപ്പെടുന്നു. മറിയത്തിന് എല്ലാം ദൈവം മാത്രമായിരുന്നു. വിശുദ്ധ മറിയമ്മിനെ ഭാഗ്യവതിയാക്കിയ അനേകം വിശേഷണങ്ങളുണ്ട്. ദൈവഹിതത്തോട് മറിയത്തിനുണ്ടായ പ്രതികരണം അത് അനുസരണവും സമർപ്പണവുമായിരിക്കും. നസ്രത്തിലെ മറിയത്തിന്റെ വിനയാനുസരണവും ആഴമുള്ള അർപ്പണവും അവൾ തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുഖാന്തരമായി. ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവളായിരുന്നു പരിശുദ്ധ കന്യക. വചനിപ്പ് നടത്തിയ ഗബ്രിയേൽ മാലാഖയോട് മറിയം പറഞ്ഞു, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് മറിയം പറഞ്ഞ വാക്കുകളിലൂടെ ഒരു അനുസരണവും സമർപ്പണവും നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവാക്കിയതും വിനയാനുസരണവും ആഴമായ അർപ്പണവും തന്നെയാണ്. അനുസരണം സമൃദ്ധിയായ ദൈവകൃപയ്ക്ക് മുഖാന്തരമാകും. അനുസരണത്തിലൂടെ വിശുദ്ധ മറിയം ദൈവിക പദ്ധതിയോട് പരമാവധി ചേർന്നു നിന്നു. ദൈവഹിതത്തോട് ആവുന്നത്ര അടുത്തു നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒന്നേ പറയാനില്ല, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. വിനീതരെ ഉയർത്തിയ ക്രിസ്തുവിന്റെ മുഖത്തിന് ഏറ്റവും സദൃശ്യമായ മുഖമായിരുന്നു മറിയത്തിൻ്റെത്. ദാസരൂപം, താഴ്മഭാവം, സൗമ്യാനുസരണം ഇവയൊക്കെയും പരിശുദ്ധ കന്യക മറിയാം നിറഞ്ഞു നിന്നിരുന്നു. സൗമ്യാനുസരണം, ആഴമുള്ള അർപ്പണവും അമ്മയ്ക്ക് ക്രിസ്തുവിന്റെ മുഖഭാവം നൽകി. വിശുദ്ധ മറിയാമിനെ ഭാഗ്യവതിയാക്കി രണ്ടാമത്തെ ഘടകം സൗമ്യതയാർന്ന സഹനമാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 25 മുതൽ 35 വരെയുള്ള വാക്യത്തിൽ പൈതലായ യേശുവിനെയും കൊണ്ട് ദേവാലയത്തിൽ ചെന്നപ്പോൾ ശിമ്യോൻ പാടിയ പാട്ടിന്റെ അവസാന വാക്യത്തെ ആധാരമാക്കുന്നു. നിന്റെ സ്വന്തം പ്രാണനിൽ കൂടിയും ഒരു വാൾ കടക്കുമെന്ന് പറഞ്ഞു.
അമ്മയും മകനും അനുഭവിക്കേണ്ട വേദനയുടെ മുൻസൂചന. ആദിയോടന്തം ആത്മാവിൽ വാളുമായി ജീവിച്ചൊരമ്മയായിരുന്നു വിശുദ്ധ മറിയം. സൗമ്യതയാർന്ന സഹനത്തിന്റെ അമ്മ. സൗമ്യതയാർന്ന സഹനം ഈ അമ്മയെ ഭാഗ്യവതിയാക്കി. സഹനത്തിന്റെ അമ്മ എന്ന് പറഞ്ഞാൽ ഏറ്റവും അനുയോജ്യം തന്നെ. തിരുവചനത്തിൽ വാൾ എന്ന പ്രയോഗം പല അർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ആദമിനെയും ഹവ്വായെയും ഏദൻ തോട്ടത്തിന് പുറത്താക്കിയിട്ട് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളുമായി കെരൂബുകളെ കാവൽ നിർത്തി ദൈവശക്തിയുടെ ഒരു അടയാളമായിരുന്നു ഇത്. ശിക്ഷിക്കുവാനുള്ള അധികാരത്തിന്റെ അടയാളമെന്ന് റോമർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 14-ാം വാക്യത്തിൽ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഓർമ്മപ്പെടുത്തുന്നു. രക്ഷയുടെ ചിഹ്നമാണ് വാൾ എന്ന് പറയുന്നത്. വിശുദ്ധ മറിയാമിനെ സൗഭാഗ്യവതിയാക്കിയ രണ്ടാമത്തെ ഘടകമായിരുന്നു സൗമ്യതയാർന്ന സഹനം എന്ന് പറയുന്നത്. സൗമ്യ സഹനത്തിലൂടെ വിശുദ്ധ മറിയാം യേശുവിന്റെ മുഖമുള്ളവളായി മാറി. സഹിഷ്ണുത കാണിക്കുന്നവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പറയുന്നുവെന്ന് യാക്കോബ് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ സഹിഷ്ണുതയുടെ ഉത്തമ ഭാവമാണ് പരിശുദ്ധ കന്യക മറിയം. വിശുദ്ധ മറിയാമിനെ ഭാഗ്യവതിയാക്കുന്ന മൂന്നാമത്തെ അനുഭവം മറ്റുള്ളവരെ കുറിച്ചുള്ള ആഴമായ കരുതൽ പരിശുദ്ധ മാതാവിന് ഉണ്ടായിരുന്നു. മറ്റുള്ളവരെ കുറിച്ച് ആഴമായ കരുതലിന്റെ ആത്മാവുള്ളവളായിരുന്നു വിശുദ്ധ അമ്മ. ചാർച്ചക്കാരിയായ എലിസബത്തിനെ സന്ദർശിക്കുവാൻ ബന്ധപ്പെട്ട് മലനാട് കയറിപ്പോയതും കാനാവിലെ കല്യാണ വിരുന്നിൽ ഒരു അതിഥിയുടെ കേവല ഭാവം വെടിഞ്ഞു നിന്നതും ഈ കരുതൽ ഭാവത്തിന്റെ ലക്ഷണങ്ങളാണ്. വിശുദ്ധ മറിയത്തിന്റെ ആത്മീയതയുടെ ഭാഗം തന്നെയായിരുന്നു അത്. എബ്രായ ലേഖനം 13-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നന്മ ചെയ്യുവാനും കൂട്ടായ്മ ആചരിക്കുവാനും മറക്കരുത്, ഈ വക യാഗത്തിലാണെങ്കിലും ദൈവം പ്രസാദിക്കുന്നത്. എലിസബത്തിന്റെ ഭവനത്തിലും കാനാവിലെ കല്യാണ വിരുന്നിലും കന്യക മറിയാമിന്റെ സാന്നിധ്യവും ദൈവിക കൂട്ടായ്മയും ഒരുപോലെ നമുക്ക് അനുഭവേദ്യമാണ്. വിശുദ്ധ ദൈവമാതാവിനെ ഭാഗ്യവതിയാക്കുന്ന മൂന്നാമത്തെ ഘടകമായിരുന്നു മറ്റുള്ളവരെ കുറിച്ചുള്ള ആഴമായ കരുതൽ. സഹനത്തിന്റെയും താഴ്മയുടെയും കലർപ്പില്ലാത്ത ദൈവാശ്രയത്തിന്റെയും പ്രതീകമായ ആത്മീയ ജീവിതം പകർന്ന മറിയം ഉത്തമ കുടുംബിനിയും ഹൃദയത്തിൽ നന്മകൾ സംഗ്രഹിച്ച അനുഗ്രഹീത വ്യക്തിത്വവുമായിരുന്നു. മനുഷ്യബന്ധങ്ങൾ ദൃഢകരമാക്കുന്നതിനും ശരിയായ ക്രിസ്തീയ കരുതൽ കാട്ടുന്നതിനും പ്രകടമാക്കിയ ആർജവം അത്യധികം ധന്യം തന്നെയാണ്. ദൈവകരുണയുടെയും തുണയുടെയും ഒരു തുടരാനുഭവം മറിയത്തിന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിലും ദൈവകരുണയും തുണയും എന്ന അനുഭവം ഉണ്ടാകണമെങ്കിൽ ദൈവഹിതത്തിന് മനസ്സ് തുറക്കുക, ദൈവമുമ്പാകെ എളിമയുള്ളവരായിരിക്കുക, യുക്തിയുടെ തലത്തിൽ നിന്നും ദൈവപരിപാലനത്തിനായി വിശ്വാസഭീതിയിലേക്ക് വിട്ടുകൊടുക്കുക. ദൈവഹിതം പൂർണ്ണമാക്കപ്പെടുന്നിടത്ത് ജീവിതവും അർത്ഥപൂർണമാകുന്നു. പരിശുദ്ധമായ ശൂന്യോയോ നോമ്പിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ 3 കാര്യങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കണം: ജീവിത വിശുദ്ധി, വിശ്വാസ ജീവിതം, മനുഷ്യത്വം. 1-ാം ഹവ്വ അനുസരണക്കേടിനാൽ പാപത്തിന്റെ പാതയിലായപ്പോൾ 2-ാം ഹവ്വ പരിശുദ്ധ കന്യക മറിയം തന്റെ ജീവിത രീതിയിലൂടെ ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിൽ ഒരു പാത്രമായി തീരുകയും ചെയ്തു. മറ്റുള്ളവർക്ക് തന്റെ ജീവിതം കൊണ്ട് നന്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ച വ്യക്തിത്വമായിരുന്നു അമ്മയ്ക്കുള്ളത്. പരിശുദ്ധ ശൂന്യോയ നോമ്പിൽ കൂടി കടന്നു പോകുമ്പോൾ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും കരുതലിന്റെയും പങ്കിടലിന്റെയും ഒരു ജീവിതം നമ്മളിൽ ഉണ്ടാകണം.
പരിശുദ്ധ ദൈവമാതാവ് കാട്ടിത്തന്ന ജീവിത വിശുദ്ധിയും വിശ്വാസ ജീവിതവും നമ്മളിൽ ഉണ്ടാകണം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ ശുനോയോ നോമ്പിലൂടെ ഏവർക്കും സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം തന്ന ബെസ്ക്യാമ അസോസിയേഷന്റെ എല്ലാ പ്രതിനിധികളോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളുടെ വിനയാദരപൂർവ്വം നിർത്തുന്നു. നന്ദി.